കൊല്ലത്ത് അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ നിലംപതിച്ചു. ഇന്നലെ വൈകിട്ട് ആണ് സംഭവം. 3 മണിവരെ അംഗൻവാടിയിൽ കുട്ടികൾ ഉണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി. തുരുമ്പെടുത്ത നിലയിലായിരുന്നു ഷെഡ്. ഈ ഷെഡാണ് കാറ്റിൽ തകർന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മനോജാണ് വിവരം നൽകാനായി കൊല്ലത്ത് നിന്നും ചേരുന്നത്. മനോജ്, എന്താണ് അവിടെ സംഭവിച്ചത്? 3 മണിവരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് കാറ്റത്ത് ഈ കെട്ടിടം തകർന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ടല്ലോ. വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ഗൗതം, ഒരു സുരക്ഷയും ഇല്ലാത്ത രീതിയിലാണ് ഈ അംഗനവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര ഉണ്ടായിരുന്നത്. അതായത് ഈ മുണ്ടയ്ക്കൽ കളിയിക്കൽ കടപ്പുറത്താണ് ഈ അംഗനവാടി കെട്ടിടത്തിന് മുകളിലെ ഈ ഷെഡ് ശക്തമായ കാറ്റിൽ നിലം പതിച്ചത്. ഈ ചുറ്റും ഗ്രില്ല് ഗേറ്റ് അടിച്ച്, അതായത് ഗ്രില്ല് അടിച്ചുകൊണ്ട് ഷീറ്റ് ഇട്ട ഒരു കൂറ്റൻ ഷെഡാണ് തകർന്നു വീണിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 സംഭവം. അതേസമയം തന്നെ 3 മണിവരെ അംഗനവാടിയിൽ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഈ സമീപത്തെ വീടുകൾക്ക് മുന്നിലേക്കാണ് ഈ കൂറ്റൻ ഷീറ്റ് തകർന്നു വീണത്. അതായത് ഈ കെട്ടിടത്തിന് മുകളിൽ ഷീറ്റ് ഇട്ട നിലയിലായിരുന്നു ഈ അംഗനവാടി കെട്ടിടം. ഈ തകർന്ന ഷെഡ് ആകെ തുരുമ്പെടുത്ത നിലയിലാണെന്നും പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈകിട്ട് വരെ അവരവിടെ ഉണ്ടായിരുന്നു. അതിനിടയിലെങ്ങാനും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ഒരു അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഇതുവരെ സംഭവവുമായി ബന്ധപ്പെട്ട് ആർക്കും പരിക്കില്ല, അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ആശങ്കയിലാണ് ജനങ്ങളൊക്കെയും. കാരണം ഇത്തരത്തിൽ സുരക്ഷയില്ലാതെ നടത്തുന്ന അംഗനവാടികൾ അത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന നിലയിലാണുള്ളത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതി തന്നെയാണ് നാട്ടുകാർക്കുള്ളത്. ഓക്കെ, കാറ്റത്ത് അംഗനവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നിരിക്കുകയാണ്. അവിടെ ഭാഗ്യത്തിന് കുഞ്ഞുങ്ങളാരും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ പോയതിനു ശേഷമാണ് കാറ്റത്ത് ഈ കെട്ടിടം തകർന്നു വീണത്. മേൽക്കൂര ഉൾപ്പെടെ തകരാറായ കെട്ടിടമാണെന്നും തുരുമ്പരിച്ച കെട്ടിടമാണെന്നും ജനങ്ങൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അംഗൻവാടി കെട്ടിടമാണ് തകർന്നത്. മനോജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.